10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും താരൻ മാറാനായിട്ടും അതേപോലെ മുടിക്ക് നല്ല ബലം കൊടുക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ടും താരൻ മാറ്റാനായിട്ടും അതേപോലെ മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ഗ്രോത്ത് സെറമാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഹെയർ ഗ്രോത്ത് സെറമാണ്. ഇത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ സ്കാൽപ്പിലെ താരനൊക്കെ മാറ്റാനായിട്ടും സ്പ്ലിറ്റ് എൻഡ്സ് മാറ്റാനായിട്ടും തലയിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കൾ മാറ്റാനായിട്ടും ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ചൊറിച്ചിലൊക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു സെറവാണ് കേട്ടോ. അതേപോലെ നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് രാവിലെ മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞിട്ട് ഇത് മോർണിംഗ് ഹെയർ കെയറിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കെട്ടിവെക്കുക. അത്രയേ ഉള്ളൂ. ഇത് പിന്നെ നമുക്ക് ഡെയിലി ഒരു 2-3 തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സെറമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു സെറം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഞാനൊരു സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ നമ്മുടെ ഹെയർ നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ടും മുടിക്ക് നല്ല ബലം കൊടുക്കാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും താരൻ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം പാനിലേക്ക് ഈ ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്. ഞാൻ 2 ഗ്രാമ്പുവാണ് എടുത്തിരിക്കുന്നത്. ഗ്രാമ്പു നമ്മുടെ സ്കാൽപ്പിലെ ചൊറിച്ചിലൊക്കെ മാറാനായിട്ടും അതേപോലെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും മുടിക്ക് നല്ല ബലം കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ 2 ഗ്രാമ്പു എടുത്താൽ മതി. ഇതിലേക്ക് ഈ ഒരു അളവിലുള്ള കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ഇനി ഇത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 3/4 കപ്പ് വെള്ളം ആകുന്നിടം വരെ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ ഒരു തിള വന്നപ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു യെല്ലോ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുറച്ച് വറ്റാനായിട്ട് വെക്കട്ടെ. വറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതേപോലത്തെ ഒരു മൂടി ഉപയോഗിച്ച് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ മൂട എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിത് നല്ലൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. നിങ്ങൾക്ക് അരിപ്പ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചോ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ബേസ് തയ്യാറാക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേസ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആൽമണ്ട് ഓയിലാണ്. നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലിന് പകരം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂൺ ആൽമണ്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടും. അതിന് ശേഷം നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട്. അതേപോലെ തന്നെ നമുക്കൊരു നല്ല സ്മെല്ലൊക്കെ വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. റോസ് വാട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റോസ് വാട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ടും താരൻ മാറാനായിട്ടും മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നോർമലി എങ്ങനെയാണോ കെട്ടിവെക്കുന്നത് അങ്ങനെ കെട്ടിവെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റും ഇടുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.